إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم عباد الله أولا بتقوى الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു ദീനിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയാനുള്ള പൂർണ്ണമായ അധികാരം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും ഒരു കാര്യം ഈ ദീനിൽ സ്വയം ഇഷ്ടപ്രകാരം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകിയിട്ടില്ല. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത് കാണാം, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഹവ സംസാരിക്കുന്നവരല്ല, ദേഹേച്ഛ സംസാരിക്കുന്നവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടോ അതെല്ലാം അള്ളാഹു നൽകുന്ന വഹിയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ സൂറത്ത് നജ്മിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് ആർക്കും എന്തും കടത്തിക്കൂട്ടാമെന്നാണ് പല ആളുകളും നനച്ചു വെച്ചിരിക്കുന്നത്. പല ആളുകളുടെയും ചെയ്തി കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നിപ്പോകും. ഇസ്ലാമിൽ ഒരു കാര്യം ചെയ്യാൻ പ്രത്യേക മാനദണ്ഡങ്ങളൊന്നുമില്ല, പ്രത്യേക നിയമങ്ങളൊന്നുമില്ല, പ്രത്യേക അമ്രോ കൽപ്പനകളോ നിരോധനങ്ങളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് ചില ആളുകളുടെ ചെയ്തി കണ്ടാൽ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഈ ദീനിൽ ചെയ്യണമെന്നുള്ള കാര്യത്തിന് നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചെറിയ ഖുതുബയിൽ എന്താണ് ഈ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമസംഹിതകൾ, എന്താണ് ദീനുൽ ഇസ്ലാമിൽ പുതിയ കാര്യങ്ങൾ എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനും കേൾക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദീന് എന്ന് പറയുന്നത് ആരുടെയെങ്കിലും ബുദ്ധിയിൽ ഉദിച്ചതോ ഏതെങ്കിലും ഒരാളുടെ തലയിൽ ഉദിച്ചതോ അയാൾ കണ്ടെത്തി എഴുതി ഉണ്ടാക്കിയതോ ഒന്നുമല്ല. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഈ ദീൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനാണ്. ഇതിലെ നിയമസംഹിതകളും മറ്റുമെല്ലാം നിശ്ചയിക്കുന്നവൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് സൂറത്തുൽ ഹാഖയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറയുന്നുണ്ട്, വലൗ തഖവ്വല അലൈനാ ബഅ്ദൽ അഖാവീൽ. ആ നബി എങ്ങാനും നമ്മുടെ മേൽ വല്ലതും കെട്ടിച്ചമച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ,
വലത് കൈ കൊണ്ട് ഞാൻ അദ്ദേഹത്തെ പിടികൂടുകയും എന്നിട്ട് അദ്ദേഹത്തിന്റെ കണ്ടനാടി ഞാൻ മുറിച്ചു കളയുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ താക്കീത് നൽകിയതായി കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും ഈ ദീനിൽ ഒരു പുതിയ കാര്യം വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു പുതിയ കാര്യം കടത്തിക്കൂട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകിയിട്ടില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലിനെ പഠിപ്പിക്കും. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ പഠിപ്പിച്ചു. ആ സഹാബാക്കൾ താബിഈങ്ങളെ പഠിപ്പിച്ചു. അവർ ഈ ദീനിൽ യാതൊന്നും കൂട്ടാതെയും യാതൊന്നും കുറക്കാതെയും തലമുറകളോളം അവർ പഠിപ്പിച്ച് കൈമാറി വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഖാലിസായ നിഷ്കളങ്കമായ ഈ ദീൻ കൃത്യമായി പഠിക്കുകയും അതോടൊപ്പം തന്നെ ഈ ദീനിൽ യാതൊന്നും കൂട്ടാതെയും യാതൊന്നും ഈ ദീനിൽ നിന്ന് കുറക്കാതെയും അടുത്ത ഒരു തലമുറക്ക് കൈമാറുക എന്നുള്ളത്. അത് നമ്മുടെ ഒരു ബാധ്യതയാണ്, നമ്മുടെ ഒരു ദൗത്യമാണ്. നമ്മൾ ഒരിക്കലും ഈ ദീനുൽ ഇസ്ലാമിൽ അള്ളാഹു പഠിപ്പിക്കാത്ത, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കാത്ത, അതുപോലെ തന്നെ സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിന് പരിചയമില്ലാത്ത ഒരു കർമ്മവും നമ്മൾ ആരും ചെയ്യരുത്, അതിന്റെ പ്രചാരകരാകരുത് എന്ന് ആമുഖമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വീകരിച്ച ഒരു ശൈലി നമുക്ക് കാണുവാൻ സാധിക്കും. ഏതൊരു കാര്യത്തെ സംബന്ധിച്ചാണോ ഒരാൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, വളരെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ടത്, അതിനെ സംബന്ധിച്ച് ആവർത്തിച്ച് പറയുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം അത് തൗഹീദാണ്. ആ തൗഹീദിനെ സംബന്ധിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ 100 കണക്കിന് ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ ഫضل പറയുന്ന, അത് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങളെ സംബന്ധിച്ച് ഈ രൂപത്തിൽ 100 കണക്കിന് ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സമാനമായ ഒരു ശൈലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് മറ്റൊന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം സന്ദർഭങ്ങളിൽ ആളുകൾക്ക് മുമ്പിൽ സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നിട്ടുണ്ടോ, ഖുതുബ പറയാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നിട്ടുണ്ടോ, ആ സന്ദർഭത്തിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബാക്കളെ ഉണർത്തി, വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കണം. വശറുൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പുതുതായി ഉണ്ടാകുന്ന കാര്യമാണ്. വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളും അത് ബിദ്അത്തുകളാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും അത് വഴികേടുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്താതെ, ഈ ഒരു ആമുഖ സംഭാഷണമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭാഷണം പോലും സഹാബാക്കൾ റളിയല്ലാഹു അൻഹു മുമ്പിൽ നടത്തിയിട്ടില്ല എന്ന്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇത്ര ഗൗരവത്തോടുകൂടി ഏത് ഖുതുബക്ക് മുമ്പിലും ആമുഖ ഭാഷണം എന്നോണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓർമ്മപ്പെടുത്തി? പ്രിയപ്പെട്ടവരെ, അതിന്റെ ഗൗരവം അതികഠിനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മത്തിനെ നശിപ്പിച്ചു കളയുന്ന ചെയ്യുന്ന ആളുകൾക്ക് അതൊരു തെറ്റാണ് എന്ന് പോലും തോന്നാത്ത, ഒരു വേള തൗബ പോലും ചെയ്യാൻ തൗഫീഖ് ലഭിക്കപ്പെടാത്ത ഒരു തിന്മയാണ് ബിദ്അത്ത് എന്നുള്ളത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് തങ്ങളുടെ ഖുതുബകളുടെ ആമുഖ സംഭാഷണം എന്നോണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓർമ്മപ്പെടുത്തിയത്. ഒരു വേള മദ്യപിക്കുന്ന ആളുകൾക്ക് ഒരു ഹദീസ് കേട്ടപ്പോൾ അല്ലെങ്കിൽ ഒരു ആയത്ത് കേട്ടാൽ അയാളുടെ ജീവിതം മാറിയേക്കാം. പലിശക്ക് വാങ്ങുന്നവൻ, അവനറിയാം ഇതൊരു തിന്മയാണ് എന്ന്. എന്നാൽ ബിദ്അത്ത് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം ഈ ദീനിൽ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബോധ്യപ്പെടുകയില്ല ഞാൻ ഈ ചെയ്യുന്നത് ഒരു തിന്മയാണ് എന്ന്. മദ്യപിക്കുന്നവൻ മദ്യപിക്കുമ്പോൾ തന്നെ അവനക്ക് ബോധ്യമുണ്ട് ഞാൻ ഈ ചെയ്യുന്നത് ഒരു തിന്മയാണ് എന്ന്. അതുകൊണ്ടാണ് മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം നമുക്ക് കാണാം, അൽ ബിദ്അതു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ. ഇബ്ലീസിന് ഒരു മനുഷ്യൻ തിന്മകളിൽ ഏർപ്പെടുന്നതിനേക്കാൾ അവനക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് ഒരു മനുഷ്യൻ ബിദ്അത്തുകൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ഇബ്ലീസിന് മഅസിയത്ത് ചെയ്യുന്നതിനേക്കാൾ, തിന്മകൾ ചെയ്യുന്നതിനേക്കാൾ പ്രിയങ്കരമായത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കാരണം പറയാണ്, ലിഅന്നൽ മഅസിയത യുതാബു മിൻഹാ ഫൽ ബിദ്അതു ലാ യുതാബു മിൻഹാ. കാരണം മഅസിയത്ത് ചെയ്യുന്ന ഒരാൾ, തിന്മകൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ സ്വാഭാവികമാണ് അയാൾ തൗബ ചെയ്യും. എന്നാൽ
ബിദ്അത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ അവൻ ഒരിക്കലും അതിൽ നിന്ന് തൗബ ചെയ്യൂല. കാരണം അവന് ബോധ്യമില്ല ഇതൊരു തിന്മയാണ് എന്നുള്ളത്. ഏത് ബിദ്അത്ത് ചെയ്യുന്ന ഒരാളും അത് വലിയ കൂലി കിട്ടും, വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് കിട്ടുമെന്ന് കരുതിക്കൊണ്ടാണ് പല ആളുകളും ചെയ്യാറുള്ളത്, ആ കർമ്മം ചെയ്യാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബക്ക് മറയിട്ടിട്ടുണ്ട്. ആരിൽ നിന്ന്? അൻ കുല്ലി സാഹിബി ബിദ്അ, ബിദ്അത്തിന്റെ വക്താക്കളിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബക്ക് മറയിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗബ ചെയ്യാനുള്ള ഒരു തൗഫീഖ് ആ മനുഷ്യന് ലഭിക്കുകയില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ നിസ്കരിക്കുന്നതാവട്ടെ, നമ്മൾ നോമ്പ് നിൽക്കുന്നതാവട്ടെ, നമ്മൾ സദഖ കൊടുക്കുന്നതാവട്ടെ, നമ്മൾ രഹസ്യമായും പരസ്യമായും എല്ലാ അമാലുകൾ ചെയ്യുന്നതാവട്ടെ, ഈ ദുനിയാവിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയാണ്? ഒരിക്കലുമല്ല. ഈ ദുനിയാവിലൊന്നും ലഭിക്കാൻ വേണ്ടിയല്ല നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. മറിച്ച് നാളെ ആഖിറത്തിൽ വിജയിക്കണം, എൻ്റെ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരണം, അല്ലാഹു മുത്തഖീങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുള്ളതായ ആ പ്രവിശാലമായ സ്വർഗത്തിലേക്ക് എനിക്ക് കയറി ചെല്ലണമെന്ന ഒരാഗ്രഹത്തോടു കൂടിയാണ് ഏതൊരു സത്യവിശ്വാസിയും ഏതൊരു മുഅ്മിനായ മനുഷ്യനും അവൻ ജീവിതത്തിൽ അമാലുകൾ ചെയ്തു കൂട്ടുന്നത്. അതല്ലാതെ ദുനിയാവിൽ എന്തെങ്കിലും നേട്ടം ലഭിക്കണമെന്ന് കരുതിക്കൊണ്ടല്ല. പക്ഷേ ഈ കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നാളെ ആഖിറത്തിലേക്ക് വരുമ്പോൾ, ബിദ്അത്തായ കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നാളെ ആഖിറത്തിലേക്ക് വന്നുകൊണ്ട് അതെല്ലാം നിഷ്ഫലമാണ്, അതൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമല്ല എന്നറിയുമ്പോൾ അത് എത്ര ഗൗരവമുള്ള കാര്യമാണ്, എന്തൊരു വലിയ നഷ്ടമായിരിക്കും അത്തരത്തിലുള്ള ആളുകൾക്ക്. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയില്ലേ, ആമിലത്തുൻ നാസിമ, പ്രവർത്തിച്ചുകൊണ്ടും ക്ഷീണിച്ച ആളുകൾ. പ്രിയപ്പെട്ടവരെ, അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ വെട്ടുപോവാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടി നമ്മളുടെ ദീൻ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ സാധാരണക്കാരായ ആളുകൾ അവർ പറയാറുണ്ട്, എല്ലാവരും ഖുർആനിക ആയത്താണോ അതിൽ, എല്ലാവരും ഹദീസ് തന്നെയാണ് പറയല്, നമ്മളിപ്പോൾ ഇതിൽ ഏതാണ് സ്വീകരിക്കുക? ഏത് മാർഗമാണ് നമ്മൾ സ്വീകരിക്കുക? ഏത് പാർട്ടിയുടെ അടുത്ത് പോയി കഴിഞ്ഞാലും അവർ വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ് ഓതുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ് അവരൊക്കെ പറയുക. അവരോട് പറയാനുള്ളത് ഒരൊറ്റ ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിലൊരു വ്യക്തത നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയാണ്, وعظنا رسول الله صلى الله عليه وسلم موعظة وجلت منها القلوب وذرفت منها العيون. കണ്ണുകളെ ഈറനണിയിക്കുന്ന, ഹൃദയങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്നതായ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങളോട് ചില ഉപദേശങ്ങൾ നൽകി. ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് കഅന്നഹാ മൗഇദത്തു മുവദ്ദിഇൻ, ഒരു വിട പറയുന്നവനെ പോലെ ഉണ്ടല്ലോ അങ്ങയുടെ സംസാരം. ഫഔസിന, താങ്കൾ എന്തെങ്കിലും ഒരു വസിയത്ത് ഞങ്ങൾക്ക് നൽകിയാലും. ഒരുപാട് വസിയത്ത് നൽകിയ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വസിയത്ത്, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി, എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ കാണും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ വഅദ്ദു അലൈഹാ ബിന്നവാജിദ്. നിങ്ങൾ എൻ്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം, അതുപോലെ തന്നെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ അണപ്പല്ല് കൊണ്ട് അതിനെ കടിച്ചു പിടിക്കണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ കർമ്മങ്ങളും നമ്മൾ എടുക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ, നമ്മുടെ നമസ്കാരം ഹിജ്റക്ക് മുമ്പേ നമുക്ക് മശ്റൂആക്കിയതാണ്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന സകാത്ത് ഹിജ്റയുടെ 2-ാം വർഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ സൗമ്, നമ്മൾ ചെയ്യുന്നതായ നോമ്പ് ഹിജ്റയുടെ 2-ാം വർഷമാണ് ശറഅാക്കിയത്, നിയമമാക്കിയത്. നമ്മൾ ചെയ്യുന്ന ഹജ്ജ് ഹിജ്റയുടെ 9-ാമത്തെ വർഷമാണ് ശറഅാക്കിയത്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിശ്ചയിച്ച ഡേറ്റ് ആരാണ് പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ട് ആഘോഷിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃകയിലാണോ നമ്മൾ പോകുന്നത്? ഒരിക്കലും. നമ്മളിതാ ഇന്ന് ജുമുഅക്ക് എല്ലാവരും ഒരുമിച്ച് കൂടി. പ്രിയപ്പെട്ടവരെ, ഇത് ആര് തുടങ്ങി വെച്ചതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചതാണ്. ഈ ജുമുഅ ദിവസത്തിൽ ചെയ്യേണ്ടുന്ന സുന്നത്തുകളായ കാര്യങ്ങളുണ്ട്, നിർബന്ധങ്ങളായ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ആര് പഠിപ്പിച്ചതാണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ നബിദിനം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിൽ ആഘോഷിക്കുന്നു എന്ന് പറയുന്നത് ആര് കാണിച്ചു തന്നതാണ്? ഏത് വർഷത്തിലാണ് അത് മശ്റൂഅ് ആയത്? ഏത് വർഷത്തിലാണ് അത് നിയമമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 2-നാണെന്നും 8-നാണെന്നും 9-നാണെന്നും 12-നാണെന്നും ശാദ്ദായ അഭിപ്രായ പ്രകാരം റമദാനിലാണെന്ന് പോലും, ഒറ്റപ്പെട്ട അഭിപ്രായ പ്രകാരം റമദാനിലാണെന്ന് പോലും പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. എന്തേ പ്രിയപ്പെട്ടവരെ ആ ഡേറ്റിലൊരു കൃത്യതയില്ലാത്തത്? താസുആഇന്റെയും ആശുറാഇന്റെയും നോമ്പ് മുഹറം 9-നാണെന്നും 10-നാണെന്നും നമുക്കറിയാം. ശവ്വാൽ 1-നാണ് നമ്മൾ ആഘോഷിക്കുന്ന ഈദുൽ ഫിത്ർ എന്ന് നമുക്കറിയാം. ദുൽഹിജ്ജ 10-നാണ് നമ്മൾ ആഘോഷിക്കുന്ന ബലിപെരുന്നാൾ എന്ന് നമുക്കറിയാം. ഹജ്ജിന്റെ ദിനരാത്രങ്ങളെ സംബന്ധിച്ച് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അവിടെ ഒന്നും ഡേറ്റിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും പണ്ഡിത ലോകത്തില്ല. ഒരു മുസ്ലിമിനും അഭിപ്രായ വ്യത്യാസമില്ല. എന്തുകൊണ്ട്? പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ്. എന്റെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ ഇത്രയേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അത് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, 73 വിഭാഗമായി എൻ്റെ ഉമ്മത്ത് മാറും. അതിലെ ഒരു വിഭാഗം മാത്രമാണ് നാളെ സ്വർഗത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടയാളം പരിചയപ്പെടുത്തി കൊടുത്തത് മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സഹാബാക്കളും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ, ഏതൊരു കാര്യത്തിലാണോ നിലകൊള്ളുന്നത്, അതേ കാര്യത്തിൽ നിലകൊള്ളുന്നവരാണ് എന്നാണ് ആ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുഴുവൻ കർമ്മങ്ങൾ എടുക്കുക. നമ്മൾ 3 കഴിക്കുന്നവരുണ്ടെങ്കിൽ, 7 കഴിക്കുന്നവരുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആണ്ട്, നേർച്ച, പിന്നെ ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം കർമ്മങ്ങൾ നമ്മൾ ഇസ്ലാമിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ നമ്മളൊന്ന് പരിശോധിക്കുക. ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തന്നതാണോ? നമ്മൾ എടുക്കുക. നമ്മൾ മിനിമം നമ്മളെല്ലാവരും 5 വക്ത് നമസ്കാരം നിർവഹിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഫർളായ 20,000-ഓളം നമസ്കാരങ്ങൾ നമസ്കരിച്ചിട്ടുണ്ട്. ഫർളായ ആ നമസ്കാരത്തിന്റെ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞിരുന്നു കൊണ്ട് ദുആ ചെയ്യുകയും അവിടുത്തെ മുഅ്മിനീങ്ങളായ ആളുകൾ ആമീൻ പറയുകയും ചെയ്തതായ ഒരു ഹദീസെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ടതില്ല? ഈ പറയുന്ന ആളുകളും പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് പോയി എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് ചെറിയ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും ഇതെല്ലാം എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് കാണിച്ചു തന്നതാണ്, അവിടുത്തെ സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അവർ ജീവിച്ച് കാണിച്ചു തന്നതാണ് എന്നൊരു ബോധ്യമില്ലാത്ത ഒരു കർമ്മവും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത്. അത് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കയ്പുനീര് നാളെ ആഖിറത്തിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഹൗദുൽ കൗസറിനെ പരിചയപ്പെടുത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, അതിൽ നിന്നും ചില ആളുകൾ അകറ്റി നിർത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്നഹും ഉമ്മത്തി, അവർ എൻ്റെ സമൂഹം തന്നെയാണല്ലോ. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്കറിയില്ല താങ്കൾക്ക് ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് അവർ പുതുതായി ചെയ്തിട്ടുള്ളത് എന്ന്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഅഖൂലു സുഹഖൻ സുഹഖൻ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം മാറ്റത്തിരുത്തലുകൾ വരുത്തിയതായ ആളുകളെ നിങ്ങൾക്ക് വിദൂരത്തേക്ക് പോകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉമ്മത്തിനോട് കാരുണ്യമുള്ള റസൂലാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത് നിങ്ങൾക്ക് വിദൂരത്തേക്ക് പോകാം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇനിയും നമ്മൾ ഇതിൻ്റെ ഗൗരവം കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ട് എങ്കിൽ നമ്മുടെ ആഖിറം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും കളിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഇനി പറഞ്ഞാലും ചില ആളുകൾ പറയും, ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ, ഇതൊക്കെ നല്ല കാര്യങ്ങളാണല്ലോ എന്ന്. അത്തരത്തിലുള്ള ആളുകളോട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ നാളെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി വരാം. സുബഹി നമസ്കരിച്ച് 2ാമത്തെ തശഹൂദിൽ ഇരിക്കാതെ 3ാമത്തെ റക്അത്തിലേക്ക് നമ്മൾ എഴുന്നേൽക്കുക. എന്നിട്ട് ഫാത്തിഹ നല്ല തജ്വീദോട് കൂടി ഓതുക. 1-ലും 2-ലും ഓതിയതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാം. 1 റുക്കൂവിന് പകരം 2 റുക്കൂ ചെയ്യാം. 2 സുജൂദിന് പകരം 4 സുജൂദ് ചെയ്യാം. ഇത് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നന്മ ചെയ്തു എന്നാണോ പറയുക, അയാൾ തിന്മ ചെയ്തു എന്നാണോ പറയുക? ഏതൊരു മനുഷ്യനും പറയും അയാൾ ചെയ്തത് തിന്മയാണ്. സത്യത്തിൽ അയാൾ ഖുർആൻ ഓതിക്കാണ്, സത്യത്തിൽ അയാൾ റുക്കൂ ചെയ്തിക്കാണ്, സുജൂദ് ചെയ്തിക്കാണ്. മറ്റു റക്അത്തുകളിലേക്കാൾ കൂടുതലാണ് ആ മനുഷ്യൻ ചെയ്തത്. എന്നിട്ടും എന്തുകൊണ്ട് അത് തിന്മയായി മാറിയത്? പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത് എന്തുകൊണ്ട് തിന്മയായി മാറുന്നുണ്ടോ അതേ മാനദണ്ഡം തന്നെ മറ്റെല്ലായിടത്തും നമ്മൾ എടുക്കുക.
അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടോ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ, നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. അതൊന്നും ചെയ്യാതെ നമ്മൾ ഇന്ന് കാണുന്ന ഇസ്ലാമിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഈ പേക്കൂത്തുകളൊന്നും ചെയ്യാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്ക് പോയി. ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹും അവരൊക്കെ സ്വർഗ്ഗത്തിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, അതേ സ്വർഗ്ഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അവർ എങ്ങനെയാണോ ജീവിച്ചത്, അവർ ഏതൊരു മൻഹജിലാണോ ജീവിച്ചത്, അതേ മൻഹജിൽ തന്നെ പോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. മഹാനായ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞൊരു വാചകം കാണാം, മനി ബിതഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ ഫയറാഹാ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല. ആരെങ്കിലും ഇസ്ലാമിൽ ഒരു പുതിയ കാര്യം, ഒരു നവീനമായ കാര്യം, ഒരു പുതിയ കാര്യം ഒരാൾ കൂട്ടിച്ചേർത്തു, എന്നിട്ട് അവൻ പറഞ്ഞത് ഫയറാഹ ഹസന, അവനതിനെ മനസ്സിലാക്കുന്നത് അത് ഏറ്റവും നല്ല കാര്യമായിക്കൊണ്ടാണ്. അങ്ങനെ ഒരാൾ പറയുന്നുണ്ട് എങ്കിൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല, ആ മനുഷ്യൻ വാദിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചന കാണിച്ചു എന്ന് വാദിക്കുന്നതെന്ന് അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ നന്മയായ കാര്യങ്ങളെയും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുഴുവൻ നന്മയായ കാര്യങ്ങളെയും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഉതകുന്നതായ നരകത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ തിന്മയെ സംബന്ധിച്ചും ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നിട്ട് ഒരാൾ പറയാണ് ഇതും കൂടെ നന്മയാണ് എന്ന് പറയുമ്പോൾ സത്യത്തിലും വാദിക്കുന്നത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നന്മ പറയാൻ വിട്ടുപോയിട്ടുണ്ട് എന്ന്. അത് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്ന അത്രയും ഗൗരവമുള്ള വാദമാണ് എന്നാണ് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെയും പറഞ്ഞു വെക്കുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് അള്ളാഹു പഠിപ്പിച്ചതാണോ, അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എത്തിച്ചു തന്നതാണോ, മുൻഗാമികളായ ഖുറൂനുൽ മുഫദ്ദല മൂന്ന് കർണകാലം ജീവിച്ച, അതായത് സഹാബാക്കളും താബിഈകളും തബിഉ താബിഈകളും അടങ്ങുന്നവർ ജീവിച്ച് നമുക്ക് കാണിച്ചു തന്നതാണോ നമ്മുടെ കർമ്മങ്ങൾ എന്ന് നമ്മൾ ഓരോന്നും എടുത്ത് പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള എല്ലാ തൗഫീഖും നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പരിശുദ്ധമായ ഈ ദീനിൽ യാതൊന്നും തന്നെ കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സ്വഹാബി ഒരു ദിക്ർ കേൾപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത, ഉറങ്ങുന്ന സമയത്ത് ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്ർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേൾപ്പിക്കുകയാണ്. ആ ദിക്ർ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ദിക്റാണ്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക എന്ന് തുടങ്ങുന്ന ആ ദിക്ർ ഇങ്ങനെ കേൾപ്പിക്കണം. ആ ദിക്ർ ഇങ്ങനെ കേൾപ്പിച്ചതിൻ്റെ അവസാനത്തിൽ വബി നബിയിക്കല്ലദീ അർസൽത എന്ന ഭാഗത്തെത്തിയപ്പോൾ ആ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾപ്പിച്ചത് വബി റസൂലിക്കല്ലദീ അർസൽത എന്നാണ്. നബിയിക്ക എന്ന് പറയുന്ന പദത്തിന്റെ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹം കേൾപ്പിച്ചപ്പോൾ വബി റസൂലിക്കല്ലദീ അർസൽത എന്ന് പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി, അങ്ങനെയല്ല, വബി നബിയിക്കല്ലദീ അർസൽത എന്നാണ് നീ പറയേണ്ടത്. എന്ത് നോക്കിയാലും നബി എന്ന പദത്തിനേക്കാൾ ഉത്തമമാണ് റസൂൽ എന്നുള്ള പദം. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറയാണ് അത് പാടില്ല, വബി നബിയിക്കല്ലദീ അർസൽത എന്ന് തന്നെ നീ പറയണമെന്ന്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അത് അങ്ങനെ തന്നെ പഠിപ്പിച്ചത്? ഒരു ഉത്തമമായ കാര്യമാണ്, അതന്നെ ചൊല്ലിക്കോ എന്നല്ലല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നേരെ മറിച്ചിട്ട് വബി നബിയിക്കല്ലദീ അർസൽത എന്ന് തന്നെ നീ പറയണം എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക. ഏത് കാര്യം ചെയ്യുമ്പോഴും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയുന്നൊരു ഇതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൈക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ടൈൽസ് ഇട്ട പള്ളിയിൽ നിസ്കരിച്ചിട്ടുണ്ടോ, മിഹ്റാബുള്ള പള്ളിയിൽ നിസ്കരിച്ചിട്ടുണ്ടോ? ഇതൊക്കെയാണ് പലപ്പോഴും പല ആളുകളും പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് എന്താണ്? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ മതത്തിന്റെ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഒന്ന് കൂട്ടിയാൽ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് ഒരിക്കലും പള്ളിക്ക് പെയിന്റ് അടിക്കാനോ ടൈൽസ് ഇടാനോ
അതല്ലെങ്കിൽ മിഹ്റാബ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മൈക്ക് സെറ്റ് ചെയ്യാനോ ഇതിനു വേണ്ടിയൊന്നല്ല. അതൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ്. അതൊന്നും എന്തല്ല നമ്മൾ ഈ മനസ്സിലാക്കുന്നത് പോലെ അത് ബിദ്അത്തായ കാര്യമല്ല. അത് ഭൗതികമായ സൗകര്യങ്ങളാണ്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഭൗതികമായ സൗകര്യങ്ങളും അതുപോലെ തന്നെ ബിദ്അത്തായ കാര്യങ്ങളും എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടുന്ന് ചെയ്യാൻ എല്ലാ പ്രേരക ഘടകങ്ങളും ഉണ്ട്. ഒരു തടസ്സങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യാനില്ലതാണ്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയ കാര്യങ്ങൾ അത് നമ്മൾ ചെയ്താൽ അത് ബിദ്അത്താണ്. ഒരു ഉദാഹരണ സഹിതം നമുക്ക് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തപ്പോൾ നബിദിനം നമുക്ക് എടുക്കാം. നബിദിനത്തിന്റെ പ്രേരക ഘടകം എന്താ? അത് ചെയ്യാനുള്ള പ്രേരക ഘടകം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ്. അതുപോലെ തന്നെ ആ പ്രേരക ഘടകം അന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കാം. ഇന്നത്തേക്കാൾ സജീവമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചവരാണ് സഹാബാക്കൾ റളിയല്ലാഹു അൻഹും. അപ്പോൾ ആ പ്രേരക ഘടകം, ആ മുഖ്തദ അന്നുണ്ട്. ആ പ്രേരക ഘടകം ഇനി അന്നേ ദിവസം ഒന്ന് ഒരുമിച്ച് കൂടി ഒന്ന് മൗലിദൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹൊക്കെ പറഞ്ഞ് ചെറിയൊരു ഭക്ഷണം കൊടുത്ത് പിരിയാൻ വല്ല പ്രയാസമുണ്ടോ? എന്തെങ്കിലും തടസ്സമുണ്ടോ? ഒരു തടസ്സമല്ല. ഇനി മക്ക കാലഘട്ടത്തിലാണെങ്കിൽ ഈ തടസ്സമുണ്ട് എന്ന് പറയുന്നത്, മദീന കാലഘട്ടത്തിൽ വന്നാൽ ഇപ്പം എന്തായാലും ആ തടസ്സമില്ലല്ലോ. ആ തടസ്സമില്ല. എല്ലാ പ്രേരക ഘടകങ്ങളും ഉണ്ട് താനും, അതോടൊപ്പം തന്നെ യാതൊരു തടസ്സവും ഇല്ല താനും. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? അത് ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള കാര്യം നമ്മൾ ചെയ്താൽ അത് ബിദ്അത്തായി മാറും. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം, ഖുർആൻ ഒരുമിച്ച് കൂട്ടി. ഖുർആൻ പലയിടത്തായിക്കൊണ്ട് രേഖപ്പെടുത്തിയത് വിശുദ്ധ ഖുർആനെ രണ്ട് ചട്ടകൾക്കുള്ളിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ഉണ്ടായതാണ്. അത് ബിദ്അത്താണോ? അത് ബിദ്അത്തല്ല. അതൊരു ഭൗതിക സൗകര്യമാണ്. എന്തുകൊണ്ട്? ഈ അസ്ലി നമ്മൾ അവിടെ എടുത്ത് നോക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഖുർആൻ ഒരുമിച്ച് കൂട്ടുക എന്നുള്ള പ്രേരക ഘടകമുണ്ടോ? പ്രേരക ഘടകം ഇല്ല. എന്തുകൊണ്ടില്ല? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നുണ്ട്. അന്ന് ഖുർആൻ ഹിഫ്ളുള്ള, ഖുർആൻ പരിപൂർണമായി മനപ്പാടമുള്ള ഒരുപാട് സഹാബാക്കളുണ്ട്. അന്ന് ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനാ ഖുർആൻ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി? അത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ആ സംരക്ഷിക്കപ്പെടുക എന്നുള്ള കാര്യം അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് ആ മുക്തത പിന്നീട് വന്നപ്പോൾ, ആ ഒരു പ്രേരക ഘടകം പിന്നീട് വന്നപ്പോൾ അതെന്ത് ചെയ്തതാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ അതെന്ത് ചെയ്തതാണ്? ക്രോഡീകരിക്കപ്പെട്ടതാണ്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫാന് വെക്കുന്നതിനാ? ഫാന് വെക്കുന്നതുകൊണ്ടുള്ള മുക്തത പ്രേരക ഘടകം അന്നുണ്ടോ? അല്ലെങ്കിൽ AC വെക്കുന്നതുകൊണ്ടുള്ള മുക്തത പ്രേരക ഘടകം അന്നുണ്ടോ? ഉണ്ട്. ശരീരം തണുപ്പിക്കാനും അതുപോലെ തന്നെ സൗകര്യപ്രദമായിട്ട് ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാന് ഫിറ്റ് ചെയ്യുന്നത്. അത് അന്നുണ്ടോ? അന്നുണ്ട്. പ്രേരക ഘടകം ഉണ്ട്. തടസ്സമുണ്ടോ? തടസ്സമുണ്ട്. അന്ന് കറണ്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അവർ ചെയ്യാതിരുന്നത്. അപ്പൊ നമ്മൾ ഇത്ര മനസ്സിലാക്കുക, ഒരു പ്രേരക ഘടകം ഉണ്ട്, അതോടൊപ്പം തന്നെ അത് ചെയ്യാൻ യാതൊരു തടസ്സവുമില്ല. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് ബിദ്അത്തായ കാര്യമാകും. ഇതേപോലെ തന്നെ മറ്റെല്ലാ ഭൗതികമായ കാര്യങ്ങളെയും നമ്മൾ എടുത്തു നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാകും ഏതാണ് ബിദ്അത്ത് എന്നും അതുപോലെ തന്നെ ഏതാണ് ഒരു ഭൗതികമായ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് എന്നും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹു അക്ബർ.